ഹായ് ഗായ്സ്, നമ്മളെ നമ്മളെവിടെ വന്നതാണ്. നമ്മളെ റൂമിലുള്ള വിഞ്ചാട്ടനും തരങ്ങണ്ണനും കൂടി അവർ ജർമ്മനിയിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ നമ്മൾ ജർമ്മനിയിൽ നിന്നുള്ള ലോഡ് എന്ന് പറയുന്നത് പേപ്പർ വേസ്റ്റാണ്. അതായത് നമ്മൾ ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ ബണ്ടിൽസ്. അത് അവരൊരു പീരീഡ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് ഒഴിവാക്കും. അപ്പം അത് കമ്പോസ്റ്റ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളെ മെയിൻ ട്രക്കാണിത്. അപ്പോൾ നമ്മൾ അത് അൺലോഡ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ 8 മണിക്ക് എത്തി, ഇപ്പോൾ 10 മണിയായി. ആക്ച്വലി നമ്മൾ വന്നപ്പോൾ ഒരു ട്രക്ക് അവിടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ട്രക്ക് അൺലോഡ് ചെയ്ത് പോയി. ഇപ്പം നമ്മളെ തൊട്ടടുത്തുള്ള ട്രക്കും എന്ത് ചെയ്തു, അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം അടുത്തതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് അൺലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മളെ ട്രക്കിൻ്റെ സൈഡ് തുറന്നു കൊടുക്കണം ഗൈസ്. ഈ സൈഡായിരിക്കും മിക്കവാറും തുറക്കേണ്ടി വരിക. അപ്പോൾ നമ്മളെ ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ ഈ വേസ്റ്റൊക്കെ ബേൺ ചെയ്തിട്ട് എന്തോ രീതിയിൽ കമ്പോസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, അവരത് എന്തോ ഒരു പൗഡറാക്കി റോഡിലോ എവിടെയോ എങ്ങനെയോ യൂസ് ചെയ്യാണ്. ഓക്കെ, അതായത് നമ്മളെ ഈ പേപ്പർ വേസ്റ്റ് അവരെന്ത് ചെയ്യാണ്, ഇതുണ്ടോ, ഇത് അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, പേപ്പർ വേസ്റ്റ് ബണ്ടിലാക്കി വെച്ചിട്ടുണ്ട്. ആ പേപ്പർ വേസ്റ്റ്സ് അവരെന്തോ രീതിയിൽ കത്തിക്കുകയോ ബേൺ ചെയ്തിട്ടോ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൗഡറാക്കി ആ പൗഡർ എന്തോ പർപ്പസിന് യൂസ് ചെയ്യാണ്. ഓക്കെ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അതിന് വെയിറ്റ് ചെയ്യാണ്. നമ്മളെ വണ്ടി അൺലോഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതേപോലെ നമ്മളെപ്പോലെ തന്നെ ഒരു പുതിയ ട്രക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ, മൂപ്പർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു കോഫിയൊക്കെ ഉണ്ടായി കുടിച്ചു. നമ്മളെ ടേണിന് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ നമ്മളിവിടെ കയറുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, നമ്മളെ CMR നോക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ വെയിറ്റ് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ 2 ഡ്രൈവേഴ്സും നമ്മൾ ആരാണോ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇറങ്ങി പുറത്ത് വെക്കണം. അപ്പോൾ ജസ്റ്റ് 2 മിനിറ്റ്സ് അവർ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർ നമ്മൾ പുറത്തിറങ്ങി വെയിറ്റ് ചെക്ക് ചെയ്ത് അവർ നമ്മളെ CMR നോട്ട് ചെയ്യുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ഗോ സ്ട്രേറ്റ്, ദെൻ ഫസ്റ്റ് ലെഫ്റ്റ് ആൻഡ് 200 meters ആൻഡ് ദർ ഈസ് ഓഫീസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓഫീസിൽ വന്ന് നമ്മളെ പേപ്പർ കാണിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാണാൻ പറ്റുമെന്ന് അറിയില്ല, അവരെ കത്തിച്ച് ബേൺ ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് അവിടെ ഉള്ളത്. ഇവർ റോഡിനോ അങ്ങനെ എന്തിനോ ആണ് ഈ പേപ്പർ വേസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇവരെന്തോന്നില്ല കൺവേർട്ട് ചെയ്യാണ് കേട്ടോ. ഈ പേപ്പേഴ്സൊക്കെ എന്ത് ചെയ്യാണ്, ഇതതിൻ്റെ വലിയ ഫാക്ടറിയാണ്. നമ്മൾ വരുമ്പം കറുത്ത ഫോഗൊക്കെ ഉണ്ടായിരുന്നു. ഇത് കത്തിക്കുകയോ അങ്ങനെ എന്തോ ആണ് ഇവർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെതാണ് നമ്മൾ കണ്ട പുക രാവിലെ. അപ്പം നമുക്ക് 8 മണിക്കായിരുന്നു നമ്മുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ 8 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ, അവിടെ കണ്ടോ ഒരു ബ്ലാക്ക് ഫോഗ് പോകുന്നുണ്ടോ. അതായത് അവരെന്ത് ചെയ്യാണ്, ഈ പേപ്പർ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാണ് എന്തോ രീതിയിൽ അവരെന്ത് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ട്രക്ക്. ഇതാണ് കേട്ടോ മാൻ്റെ ട്രക്കാണ്. ഇത് ഏകദേശം ഒരു 9 ലക്ഷം കിലോമീറ്റർ റൈറ്റ് ഓടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കർട്ടൺ തുറന്നു കൊടുക്കേണ്ടി വരും. ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് കൊണ്ട് അവർ അൺലോഡ് ചെയ്യായിരിക്കും. അവരെടുത്ത് ശരിയും നമ്മളെ തലത്തിൽ തന്നെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് അവിടെ. ഓക്കെ, ഇങ്ങനെ 1 by 1 വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ ബിക്കിന്ന് ഏകദേശം എത്ര കിലോമീറ്ററാണ്, ഒരു 61 കിലോമീറ്റർ ഇങ്ങനെവേ കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. ഇത് ആപ്പേ ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. യൂറോപ്പിൽ ഓട്ടോറിക്ഷകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതവർ ഇൻസൈഡ് ദ സ്പേസൊക്കെ അവർ യൂസ് ചെയ്യുന്നില്ല. ഒരു ഓട്ടോ അവിടെ നിന്ന് വരുന്നത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങോട്ട് പോയിട്ടോ ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്. എല്ലാ ടൈപ്പും നമ്മളെ നാട്ടിലുള്ള വണ്ടികളും. പക്ഷേ കൂടുതലും എല്ലാവരും ഓഫീസ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ സൈക്കിൾസ് കേട്ടോ. ഇപ്പം തന്നെ നമ്മളെ കമ്പനി അങ്ങ് കുറച്ചൊരു 200 മീറ്റർ അകലെയാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മളോട് ഇൻഫോം ചെയ്യാൻ വേണ്ടി അവർ സൈക്കിൾ എടുത്ത് വന്ന് നമ്മളോട് കാര്യം പറയും. ഈ രീതിയിലാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ, ഓഫീസിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കാം. ഓക്കെ, നമുക്ക് അവിടെയാണ് അൺലോഡ് ചെയ്യേണ്ടത്. നമ്മൾ സ്വിച്ച് കൊടുക്കണം. അവരവിടെ നിന്ന് വർക്കൊക്കെ എപ്പോഴും നമ്മൾ മോർണിംഗ് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പല സ്ഥലങ്ങളിലും ഓഫീസും കമ്പനികളൊക്കെ വർക്കിംഗ് സ്റ്റാർട്ടാവട്ടോ. നമ്മളെ കമ്പനീന് 6 മണിക്കൊക്കെ അവിടെ സ്റ്റാർട്ടാകുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ ഗൈസ്, നല്ല വെയിലാണ്. തരങ്ങനെ ഫുള്ള് ഫാമിലിയൊക്കെ വിളിച്ച് സമയം പോക്കാണ്.
പോസ്റ്റ് 2 മണിക്കൂർ എന്തായാലും പോസ്റ്റ് കിട്ടും. ഇതൊക്കെ സ്വാഭാവികമാണ് ഇവിടെ. നമുക്ക് 2 മണിക്കൂറൊക്കെ കുറവാണ്, ഇതിലും കൂടുതലൊക്കെ കിട്ടുമായിരിക്കും. അപ്പം അതാണ് ജസ്റ്റ് ഞാനിത് പേപ്പർ കമ്പോസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നാണ്, ഇവർ ജർമ്മനിയിൽ നിന്നാണ് ഈ ലോഡുമായിട്ട് വന്നേക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ സ്ലൊവേനിയയിലുള്ളൊരു പേപ്പർ വേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേപ്പർ കമ്പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നമ്മളെ വിളിക്കുകയായിരിക്കും. തണുപ്പൊക്കെ തുടങ്ങാനായി ഗൈസ്. രാവിലെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ജാക്കറ്റ്സും പിന്നെ നമുക്ക് കമ്പനി കയറണമെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് വേണം, നമ്മളെ ജാക്കറ്റ്സും ഷൂസും മസ്റ്റാണ്, സേഫ്റ്റി ഗിയേഴ്സ്. ഓക്കെ, ഇത്രയാണുള്ളത് ഗൈസ്. ഓക്കെ, എന്തോ